ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ. ദേവാ ആജിജങ്കാറോ മേൽക്കാ ദൈവമേ ഇന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ വെങ്കടേശ്വരപ്പായി, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുന്ന തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ, രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ ചായക്കട, ഈ സ്വർണ്ണക്കടയാണ് ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അതെ ശ്രീനിവാസൻ, രണ്ടുപേരും ലീവ് ഉണ്ടല്ലോ, കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ നീക്കൂ, വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. ഒരു ബീഡി കത്തിക്കാൻ 2 തീപ്പെട്ടിയാവുന്ന തോന്നുന്നു. ഒരു മുണഞ്ഞ ബീഡി. ഇതാ തീപ്പെട്ടി. അല്ല, മറ്റേ കാര്യം എന്തായി? ചായ പോലും കുടിക്കായിരുന്നു പണിയുന്നുണ്ടില്ലേ? ബാക്കിയുള്ളവർക്ക് നീ പണി അറിഞ്ഞൂടാ. താനിങ്ങനെ രാവിലെ പോയി കൂനി പിടിച്ചിരുന്ന് പണിതാലേ ബാക്കിയുള്ളവർക്ക് അതിന്റെ കേട്. പുത്തനച്ച് പെരപ്പുറം അടിക്കാന്ന് പറഞ്ഞ പോലെ പണിയട്ടെ, കുറെ കഴിയുമ്പോ മാറും. അപ്പോഴേ നാളെ യൂണിയനിൽ ചേർന്നോളണം. എന്തിനാണോ ചോദിക്കുന്നത്? നാളെ രസീത് എഴുതി കൊടുത്ത് കാശ് വാങ്ങിക്കേ. അതാ അതിന്റെ ശരി. എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാജു തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയൂ തന്നെ തിന്നടത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും ഭണ്ഡാരം. ഭണ്ഡാരം. ദമയന്തി,
ഒരു ജിലേബി ദിക്കുവേ. ഉംഹും. എന്നാ ഒരു ലഡു ദിക്കുവേ. ലഡുവിന് മധുരം കുറവുണ്ട്. കണ്ണാ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തു പോകും കണ്ണാ. നീ സത്തു പോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടില്ലേ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പിടിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്ക ജ്യൂസ് കുടിക്ക്. തിർമൽ ദേവാ എന്തൊരു കപ്പാണ് പണ്ടാറും. ആരോ വന്നിരിക്കണു, പോയി നോക്ക. ഓച്ചഞ്ചോയ് ഓച്ചഞ്ചോയ്. സർക്കിളാണ് ഇരിക്കാൻ പറഞ്ഞു. ഉം. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. ആ, തിർമൽ ദേവാ എന്തൊരു ബലം പണ്ടാറും. മാറു മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറേ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. ആ, എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഉം. അവളിപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആ, അദ്ദേഹം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം ചുമ്മാ ഇരിക്കണ്ണ. എന്താ ശരിയല്ലേ? നിൽക്കുന്നത് എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. നോക്കട്ടെ. കാണിക്കൂ. ഇത് പുതിയ ഡിസൈനാണ്. ഇത് എത്ര പവനാ? 4 പവനാണ്. 4. അറു ശ്രീനിവാസൻ നന്നായിട്ടുണ്ട്. ആ. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത് പണ്ടാരം. എന്നാലും നല്ല പയ്യൻ. അവന് വിളിക്കൂ, അതിന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. മഹറി, ഏയ്, എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. ഇത് മതി നോക്കി നോക്കി ഇഷ്ടമായോ? ആ നല്ലത്. നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട്? ഉണ്ട്, അകത്തുണ്ട്. പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറേ നിർമ്മൽ, നീ ഇതുവരെ എവിടായിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരേ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരേ നിർമ്മൽ ഇറക്കൂ. നീ എങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടുമ്പോൾ ഇങ്ങോട്ട് വരും, സ്പുട്നിക്ക് വിടുമ്പോൾ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ സത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. നാ ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ശാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നു ദേവാ. ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ ആ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാം? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നിക്കു നിക്കു, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മൺസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഹലോ വെങ്കടേശ്വര പൈ ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? പണി തന്നിട്ടെന്ന് പറയാനാ. എടോ, ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി, താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ, വരിസംഖ്യ പശുനെ എടുത്തേ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം. potential scan. It would have to be able to change its molecular structure, like gold changing itself. നിർമ്മൽ, സൂക്ഷിക്കണമേ. നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ? അത് ശ്രീരാമ പട്ടാഭിഷേകം. അത് നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേ ഗാലി പാൻറിട്ട ശ്രീറാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം മറന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, നിന്റെ മകൻ താളയിരുന്ന് എന്ത് കഥ കാണുന്നെന്ന് അറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളിലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താള ഇരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ. ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നുറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണ, ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ശ്രീനിവാസനോ? നാളെ പോയി പണറൂ. 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാല എടുത്ത് ഉറപ്പാണോ? അന്ന് കറുപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ.